അത്യപൂർവങ്ങളായ ക്ഷേത്രങ്ങളുടെ നാടാണ് നമ്മുടെ രാജ്യം എന്നതുകൂടാതെ ഇങ്ങനെയും ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ഉണ്ടോ എന്ന തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ക്ഷേത്രങ്ങളുടെ നാടുകൂടിയാണ് നമ്മുടെ ഇന്ത്യ. പാട്ടുപുരയിൽ പള്ളിയുറങ്ങുന്ന ദേവിയും വേട്ടക്കാരന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ശിവപ്രതിഷ്ഠയും മഞ്ഞുകാലത്ത് മാത്രം ദൃശ്യമാകുന്ന ശിവലിംഗവുമൊക്കെ ചേരുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. അത്തരത്തിലൊരു ക്ഷേത്രമാണ് പള്ളികൊണ്ടേശ്വർ ക്ഷേത്രം. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് അപൂർവമായ പ്രത്യേകതകൾ പലതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഒന്നറിയാൻ ശ്രമിക്കാം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ സുരുട്ടുപള്ളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ശിവക്ഷേത്രമാണ് പള്ളികൊണ്ടേശ്വർ ക്ഷേത്രം. പള്ളികൊള്ളുന്ന രീതിയിലുള്ള ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ശൈവഭക്തരുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പാർവതി ദേവിയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്ന രൂപത്തിലുള്ള ശിവനെയാണ് ഇവിടെ ആരാധിച്ചു പോരുന്നത്. പള്ളികൊള്ളുന്ന രൂപത്തിലുള്ള ശിവനായതിനാലാണ് പള്ളികൊണ്ടേശ്വര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിൽ ഇത്തരത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രം ഇത് മാത്രമേയുള്ളൂ എന്നാണ് വിശ്വാസം. ക്ഷേത്ര ശ്രീകോവിലിൽ സകല ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ പാർവതിയുടെ മടിയിൽ തലചായ്ച്ച് പള്ളി ഉറങ്ങുന്ന മഹാദേവന്റെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ വാൽമീകി ഇവിടെ എത്തുകയും ശിവന് പൂജകളും പ്രാർത്ഥനകളും അർപ്പിക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിൽ സംപ്രീതനായ ശിവൻ സ്വയംഭൂവായി ശിവലിംഗത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ മറ്റൊരു ശ്രീകോവിലിൽ ഈ സ്വയംഭൂലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ വാൽമീകീശ്വരൻ എന്നാണ് ഈ ശിവലിംഗം അറിയപ്പെടുന്നത്. രാവണവധത്തിന് ശേഷം ലങ്കയിൽ നിന്നും തന്റെ രാജ്യത്തേക്ക് മടങ്ങുന്ന വഴി പ്രാർത്ഥിക്കാനായി ഇവിടെ സീത, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഹനുമാൻ എന്നിവരോടൊപ്പം എത്തിയ ശ്രീരാമൻ സ്വന്തം കൈകളാൽ പ്രതിഷ്ഠിച്ച ഒരു ശിവലിംഗവും ഇവിടെയുണ്ട്. രാമലിംഗേശ്വരൻ എന്നറിയപ്പെടുന്ന ഈ ശിവലിംഗം ക്ഷേത്രത്തിന്റെ മറ്റൊരു ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മരതാംബിക എന്ന പേരിൽ പാർവതി ദേവിയും പ്രത്യേക സന്നിധിയിൽ കുടികൊള്ളുന്നു. അപരരാമേശ്വരം എന്ന പേരിലും പള്ളികൊണ്ടേശ്വർ ക്ഷേത്രം അറിയപ്പെടുന്നു. ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ രാമേശ്വരത്തിലെത്തി പ്രാർത്ഥിച്ചാലുള്ള എല്ലാ ഫലങ്ങളും ഇവിടെ പ്രാർത്ഥിച്ചാലും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇതെല്ലാം കൂടാതെ ശിവൻ ആദ്യമായി പ്രദോക്ഷ നൃത്തമാടിയ ക്ഷേത്രം കൂടിയാണ് പള്ളികൊണ്ടേശ്വർ ക്ഷേത്രം. ആദ്യമായി പ്രദോക്ഷ പൂജ നടന്നതും ഇവിടെയാണെന്നാണ് വിശ്വാസം. അതിനാൽ പ്രദോക്ഷ ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെട്ടു പോരുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാളഗ്രാമ ഗണപതി വിഗ്രഹവും പ്രത്യേക കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുരുകൻ, ശ്രീരാമൻ, സീത, ഹനുമാൻ, കാലഭൈരവൻ തുടങ്ങിയ ദേവന്മാരുടെ സന്നിധികളും ഈ ക്ഷേത്രത്തിലുണ്ട്. ലവകുശന്മാരുടെ പാദമുദ്ര പതിഞ്ഞ ഒരു പീഠവും ഇവിടെ കാണപ്പെടുന്നു. വിജയനഗര രാജാവായ ഹരിഹരബുക്കരായ 1344 ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 1833 കാളഹസ്തി രാജകുമാരി ഈ ക്ഷേത്രം പുതുക്കി പണിതതായി പറയുന്ന ഒരു ലിഖിതവും ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സകല ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണിത്. ഇവിടെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെന്നൊരു വിശ്വാസവുമുണ്ട്. പള്ളികൊണ്ടേശ്വരനെ ദർശിച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ സകല രോഗങ്ങളും ദുരിതങ്ങളും അകലുമെന്നാണ് വിശ്വാസം.